ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. എൻ്റെ പേര് സുധാദേവി എന്നാണ്. ഞാനൊരു അധ്യാപികയാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് എടുക്കുന്ന വിഷയം ലൈംഗിക അതിക്രമം, അതായത് സെക്സുവൽ ഹരാസ്മെന്റ് എന്നതാണ്. നമുക്കറിയാം, ഇന്ന് വളരെ ആനുകാലിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് സെക്സുവൽ ഹരാസ്മെന്റ് അല്ലെങ്കിൽ ലൈംഗിക ചൂഷണം എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടികളാണ്. നമ്മുടെ ഈ അഡോളസൻസ് ഏജ് എന്ന് പറയുന്നത് ഏകദേശം തുടങ്ങുന്നത് നിങ്ങളുടെ ഈ 8ാം ക്ലാസ് ഒരു കാലഘട്ടത്തിൽ നിന്നാണ്. കൂടുതൽ വൃത്തിയും ശ്രദ്ധയും മാതാപിതാക്കളുടെ കരുതലും ഒക്കെ വേണ്ട ഒരു പ്രായമാണ് നിങ്ങളുടെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു നിരീക്ഷണം നിങ്ങളുടെ ഉണ്ടായിരിക്കും. ജീവിതത്തെ കുറിച്ചൊരു അവബോധം നിങ്ങളുടെ ഉണ്ടായിരിക്കും. നമുക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിത്വം, നമ്മളൊരു വ്യക്തിയാണ്, നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടായിരിക്കും. നമ്മള് പഴയ കാലത്തിലേക്കൊക്കെ പിന്തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, വളർന്നു വന്ന ഒത്തിരി നേതാക്കന്മാരുടെ ജീവചരിത്രമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം യാതനകളിലൂടെ കടന്നു വന്നിട്ടാണ് അവരെ വളരെ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിയത്. തീർച്ചയായിട്ടും പ്രതികരണശേഷി എന്നൊന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടായിരിക്കണം. പ്രതികരണശേഷി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കെതിരെയുള്ള ഇതുപോലെ വരുന്ന ലൈംഗിക ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അതിലുപരി അതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാട്, ഒരു അവബോധം നമ്മളിൽ ഉണ്ടായിരിക്കും. അതിന് ഏറ്റവും കൂടുതൽ നമ്മുടെ കാരണക്കാരായിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ക്ലിയർ ആവുന്നില്ലേ ഇപ്പോഴോ? മാറിപ്പതിക്കുന്നുണ്ട്, റേഞ്ച് കുറവാണ് ഇവിടെ. ഒരു മിനിറ്റ്. ഇപ്പൊ കേക്കാവോ? ക്ലിയർ ആണോ? ഓക്കെ. നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയുള്ള നിങ്ങളുടെ യാത്ര, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തിരക്ക് പിടിച്ച മാതാപിതാക്കളുടെ ജീവിതം മൂലം നിങ്ങളുടെ സ്കൂൾ ബസ്സിൽ യാത്ര ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചില ഓട്ടോറിക്ഷകളിൽ നിങ്ങളെ സ്കൂളുകളിലേക്ക് ആക്കാറുണ്ട്. ഈ സമയങ്ങളിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീര അവയവങ്ങളിൽ ആരെ കൊണ്ടും നമ്മൾ സ്പർശനം, അതായത് അത് അനുവദിക്കാതിരിക്കും. അത് നിങ്ങളുടെ കൂടെ പഠിക്കുന്ന മുതിർന്ന കുട്ടികളാവാം, ഒരുപക്ഷെ അല്ലെങ്കിൽ മറ്റു കുട്ടികളുടെ രക്ഷകർത്താക്കളാവാം. ഇവൻ നമ്മുടെ രക്ഷകർത്താക്കളാണെങ്കിൽ പോലും നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളിൽ നമ്മുടെ ശാരീരിക അവയവങ്ങളെ സ്പർശനം പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിരിക്കുക. അതിനെതിരെ ഉടനടി നമ്മൾ പ്രതികരിക്കുക എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ അവരോട് പ്രതികരിക്കുക എന്നല്ല, ആദ്യം വളരെ ബുദ്ധിപരമായ രീതിയിൽ നമ്മളിത് അറിയുന്നു എന്നവരെ മനസ്സിലാക്കിക്കുക, നമുക്കിത് ഇഷ്ടമല്ല എന്നവരിൽ തോന്നിപ്പിക്കുക. എന്നിട്ടും അത് ആവർത്തിക്കുന്നു എങ്കിൽ നമുക്കതിനോട് വളരെ മോശമായി തന്നെ പ്രതികരിക്കാം. പ്രതികരണശേഷി കൊണ്ട് മാത്രം നമുക്ക് സമൂഹത്തിൽ ഉണ്ടാകുന്ന ഈ അതിക്രമങ്ങളെ ഒരു പരിധിവരെ 100% നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കുള്ളൂ. ഈ സെക്സുവൽ ഹരാസ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ യാത്രയിൽ മാത്രമല്ല, നമ്മുടെ സ്കൂളിൽ സംഭവിക്കാം. നമ്മൾ അല്പം നേരത്തെ സ്കൂളിൽ പോകുന്നു, അല്ലെങ്കിൽ സ്പെഷ്യൽ ക്ലാസ് കൊണ്ട് നമ്മൾ അല്പം കൂടുതൽ നേരം സ്കൂളിൽ ഇരിക്കേണ്ടി വരും. ഒരുപക്ഷെ നമ്മുടെ അധ്യാപകരിൽ നമുക്കത് സംഭവിക്കാം, അല്ലെങ്കിൽ മുതിർന്ന ക്ലാസ്സിലെ കുട്ടികളിൽ നിന്ന് സംഭവിക്കാം, നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളിൽ നിന്ന് സംഭവിക്കാം, ബന്ധുവീടുകളിൽ നിങ്ങൾ രക്ഷകർത്താക്കളാകുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് സംഭവിക്കാം. ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിലെ രക്ഷകർത്താക്കൾക്ക് ഒരുപക്ഷെ മക്കളോട് ഇതിനെ കുറിച്ച് ചോദിക്കുവാനോ പറയാനോ സംസാരിക്കാനോ ഒരു സാഹചര്യം ഇല്ലാത്തൊരു അവസ്ഥ വരും. അപ്പം ഇതിന് ഏകദേശം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട 50%-ലേറെ ശ്രദ്ധ വേണ്ടത് നിങ്ങളുടെ രക്ഷകർത്താക്കൾക്ക്. മക്കൾക്ക് അവരോട് എന്തും തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം, ഒരു സമയം അവർ കൊടുക്കുക. കാരണം ജോലി കഴിഞ്ഞ് വന്നാൽ അവർ ചിലപ്പോൾ സീരിയലിന്റെ മുമ്പിലാവും, അല്ലെങ്കിൽ അവർ അവരുടേതായ തിരക്കുകളിലാവും. അപ്പൊ കുടുംബത്തിനകത്തൊരു ഐക്യബോധം ഉണ്ടാക്കാവുന്നതാണ്. അരമണിക്കൂറെങ്കിലും മക്കളുടെ കൂടെ ചെലവിടാൻ അമ്മയും അച്ഛനും സമയം കണ്ടെത്തും. പിന്നെ മാതാപിതാക്കളുടെ ജീവിതം കണ്ടാണ് കുട്ടികൾ വളരുന്നത്. അതിൽ തന്നെ ഒരു കോൺഫിഡൻസ് ആ കുട്ടികൾക്ക് ഉണ്ടായിരിക്കും. ഇന്നത്തെ സെൽഫിഷ് യുഗമാണ് ഇത്. നമുക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയാണ് നമ്മളിൽ ഉണ്ടാകുന്നത്. പണമൊക്കെ ഉണ്ടാക്കി നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷം, സ്വസ്ഥത, നമ്മുടെ മക്കളുടെ ഒരു മനസ്സിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഇത് അതീവ ഭീകരമാണ്. ഇവിടെ ജീവിക്കുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് രക്ഷകർത്താക്കൾ വളരെ ടീച്ചേഴ്സ് എന്ന് പറയുന്നതും അവരും രക്ഷകർത്താക്കളാണ്. ഇപ്പം അവരുടെ മക്കളെ ശ്രദ്ധിക്കുന്ന പോലെ അവരുടെ വിദ്യാർത്ഥികളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 50%-ലേറെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാം. നമുക്കറിയാം, വാളയാറിലും ഉന്നാവിലും ഒക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പകുതിയിലേറെ ശ്രദ്ധ കുറവുകൊണ്ട്, പകുതിയിലേറെ പ്രതികരണശേഷി ഇല്ലായ്മ കൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ്. അപ്പൊ ആദ്യം നിരീക്ഷണ പാഠകത്തിലൂടെ എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും സംശയത്തോടെ വീക്ഷിക്കണം എന്നല്ല പറയുന്നതിന്റെ അർത്ഥം, നമ്മുടെ ജീവിതത്തിന് സുരക്ഷിതത്വം ഉണ്ടാക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ ആദ്യം നമ്മളെ അറിയുക,
നമ്മുടെ ചുറ്റുപാടുകളെ അറിയുക, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക. ഒന്നും നാളെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കുക. അവർക്ക് എന്ത് തോന്നുന്നു, ഇവർക്ക് എന്ത് തോന്നുന്നു, ആ ഒരു ചിന്താഗതി നമ്മളിൽ ഉണ്ടാവരുത്. പ്രതികരിക്കേണ്ടടുത്ത് ഉടനടി നമ്മൾ പ്രതികരിക്കുക. പ്രതികരണ മനോഭാവമുള്ളവരുടെ അടുത്തേക്ക് അധികം ആരും ആവശ്യമില്ലാത്ത യാതൊരുവിധ കാര്യങ്ങൾക്കും വരില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ നമ്മുടെ ചില ട്യൂഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മള് പ്രൈവറ്റ് ട്യൂഷൻ ഒഴിവാക്കുക. മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാല് ഇപ്പൊ രക്ഷകർത്താക്കൾ അവരുടെ സൗകര്യത്തിന് വേണ്ടി അവർ ജോലിക്ക് പോകും, മക്കളെ പ്രൈവറ്റ് ട്യൂഷൻ ഏർപ്പെടുത്തും. ഒരു പക്ഷേ 10, 20, 30 വയസ്സുള്ള ഒരാളായിരിക്കും പെൺകുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ വരുന്നത്. ആ ബന്ധം അല്ലെങ്കിൽ ആ ഒരു തോന്നൽ അല്ലെങ്കിൽ ആ ഒരു അടുപ്പം മറ്റു പല അവസ്ഥകളിലേക്കും അവരെ കൊണ്ടുവന്ന് എത്തിക്കാറുണ്ട്. അപ്പൊ നമ്മള് അധ്യാപകരെ മാത്രം കുറ്റം പറഞ്ഞ കാര്യം, സ്വന്തം പിതാക്കന്മാരിൽ നിന്ന് പോലും ഇതുപോലെ ഹരാസ്മെന്റ് ഏൽക്കുന്ന ധാരാളം കുട്ടികൾ ഉണ്ട്. ഈ ചെറിയ പ്രായത്തിൽ നിങ്ങൾ ഇത് മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ വലുതാവുമ്പോൾ നിങ്ങൾ കോളേജിൽ പോകും, പിന്നീട് നിങ്ങൾ തൊഴിൽ സ്ഥലങ്ങളിൽ പോകും. തൊഴിൽ സ്ഥലങ്ങളിലൊക്കെ ഒത്തിരി ലൈംഗിക അതിക്രമങ്ങളും പീഡനങ്ങളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. നൈറ്റ് ഷിഫ്റ്റിലെ ജോലിയിലൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ നമ്മൾ സാക്ഷര കേരളം എന്ന് അഭിമാനിക്കുന്നുണ്ട്, നമ്മുടെ കേരളം സാക്ഷരത നേടി എന്ന് നമ്മൾ അഭിമാനിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും നമ്മുടെ പകുതിയിലേറെ മൃഗത്തിൽ തുല്യവും. മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുക എന്ന് പറയുന്നതിനെ ചിരിക്കാനും ചിന്തിക്കാനുള്ള കഴിവ്. പക്ഷെ പലരിലും അത് ഇന്നത്തെ സാഹചര്യം നഷ്ടപ്പെടുത്തി കളയുകയാണ്. ഈ നെറ്റിന്റെ അമിതമായ, മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗമൊക്കെ മനുഷ്യരെ വെറും കാടന്മാരാക്കി മൃഗീയ ചിന്തയുള്ളവരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനിരയാവുന്നത് പാവം പിടിച്ച കുട്ടികളുടെ സ്കൂൾ കുട്ടികളാണ് ഇരയാവുന്നത്. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ കൂട്ടുകുടുംബ സമ്പ്രദായം ഉണ്ടായിരുന്നു. ഈ കൂട്ടുകുടുംബ സമ്പ്രദായം ഉണ്ടാകുന്ന കാലഘട്ടങ്ങളിൽ ഒരു വീട്ടിൽ 10, 12, 14 ആളുകളുണ്ടെങ്കിലും ഇതേപോലുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല. അവിടെ നമുക്കൊരു സുരക്ഷിതത്വമാണ്, ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു. കാരണം അമ്മാവന്മാര്, അമ്മായിമാര്, അമ്മൂമാര്, അപ്പൂപ്പന്മാരൊക്കെ അവരുടെയൊക്കെ ഒരു കരുതലും ശ്രദ്ധയും നമുക്കുണ്ട്. ഇന്ന് ജീവിത സൗകര്യത്തിന് വേണ്ടി നമ്മൾ ന്യൂക്ലിയർ ഫാമിലിയാണ്. അച്ഛൻ, അമ്മ, കുട്ടികൾ. ഇപ്പം ആർക്കും ആരെ ശ്രദ്ധിക്കാൻ സമയമില്ല, മുതിർന്നവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ വരുമ്പോഴേക്കും കുട്ടികള് ശരിക്കും പറഞ്ഞാൽ എല്ലാവരിൽ നിന്നും അകന്നു പോകുന്നു. എന്തെങ്കിലും അവർക്ക് മോശമായി കിട്ടിക്കഴിഞ്ഞാൽ, അനുഭവം ഉണ്ടായാൽ അത് അവരോട് പറയും, എങ്ങനെയും അത് പറയും എന്നൊരു ചഞ്ചലം, എന്നൊരു മനസ്സിലാക്കിയ കുട്ടികളുണ്ട്. അതൊരു വലിയ പ്രശ്നമാണ്. നമ്മള് വിവാഹം കഴിച്ച് പെട്ടെന്ന് ഒരു കുട്ടി, ഒരു 18, 20 വയസ്സിൽ വിവാഹം കഴിച്ച് ഒരു വീട്ടിൽ ചെല്ലുന്നു, ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നു. അത് വന്ന വീട്ടിൽ രക്ഷകർത്താക്കളോട് പറയുമ്പോൾ വളരെ കഷ്ടപ്പെട്ട് കുറച്ച് പൈസ സ്വർണ്ണമൊക്കെ കൊടുത്ത് കെട്ടിച്ച മാതാപിതാക്കളാകുമ്പോൾ പറയുമ്പോൾ അതൊക്കെ നീ സഹിച്ചു നിൽക്കും എന്ന് പറഞ്ഞു. ചിലപ്പോൾ ഒരു 3, 4 പ്രാവശ്യമാണ് നമ്മൾ കേൾക്കുന്ന ആ കുട്ടി ആത്മഹത്യ ചെയ്തു എന്നായിരിക്കും. അമ്മയോടും അച്ഛനോടും വന്ന് പറഞ്ഞിട്ടും അവരതിനവിടെ നിസ്സാരമായി തള്ളിക്കളഞ്ഞു എന്നുള്ളത് സത്യം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശാരീരിക ഉപദ്രവം നമ്മുടെ ശരീരത്തിൽ ഉപദ്രവിക്കാൻ ആർക്കും അവകാശമില്ല. നമുക്ക് അപ്പോൾ ഗോഡ് നമുക്ക് തന്നിരിക്കുന്നതാണ് നമ്മുടെ ശരീരം. നമ്മളെ ആർക്കും ഫിസിക്കലി ഒന്നും ചെയ്യാനുള്ള യാതൊരു അധികാരമില്ല. ഭർത്താവായാലും അമ്മയായാലും അച്ഛനായാലും അതിനുള്ള അധികാരമില്ല. സോ നമ്മൾ സമയത്ത് പ്രതികരിക്കുക, കുട്ടികൾ പറയുന്നത് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സാന്നിധ്യം നിങ്ങൾ കാണിക്കുക. രക്ഷകർത്താക്കൾ, നിങ്ങളും നാളെ ഒരു രക്ഷകർത്താവാണ് അല്ലെ? ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാരെന്ന് പറയുന്നത്. അപ്പം നിങ്ങളിത് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്കൊരു കുടുംബം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് പെരുമാറാനായിട്ട് സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ പ്രതികരിക്കേണ്ട കുട്ടികളാണ്. ഈ പ്രായത്തിലാണ് നമ്മൾ ഇതിനോട് പ്രതികരിച്ചു വളരുന്നത്. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ കാണുന്ന അക്രമങ്ങളോടെല്ലാം മാരകമായി പ്രതിരോധിക്കാനല്ല പോകുന്നത്. നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ അയൽപക്കത്ത് ചിലപ്പോൾ നിറച്ച് പീഡനങ്ങൾ ഏൽക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ ഞാൻ എന്തിനാ ഇതിലൊക്കെ ഇടപെടുന്നത്, ഞാൻ എന്തിനാ ഇതിനോട് പ്രതികരിക്കുന്നത്, ആ ഒരു തോന്നൽ ഒരിക്കലും നിങ്ങളിൽ ഉണ്ടാവരുത്. നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് എന്ന് പറഞ്ഞ് തൊട്ടടുത്ത വീട്ടിലെ കാര്യങ്ങൾ തിരക്കി നടക്കണം നല്ല ടീച്ചർ പറയുന്നത്. ഒരു കുട്ടി നിരന്തരമായി അവിടെ പട്ടിണിയാണെന്ന് നിങ്ങൾക്ക് തോന്നുക, അല്ലെങ്കിൽ നിരന്തരമായി അവൻ കരയുക, നിങ്ങൾക്ക് ഒന്ന് ചെറിയ തോതിൽ അന്വേഷണം നടത്താം, എന്തായിരിക്കും അവന്റെ പ്രശ്നം. അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ ഒരു കുട്ടിക്ക് പഠിത്തത്തിൽ ശ്രദ്ധ കുറയുക, ഒരുങ്ങാൻ ഒരു ശ്രദ്ധയില്ലാതെ വരും, അവൻ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിരിക്കുക. അങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നാൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും അവളോട് അല്ലെങ്കിൽ അവനോട് ചോദിക്കാം എന്താണ് പ്രശ്നം എന്ന്. ഒരു പക്ഷെ ആരോട് പറയാത്തത് നിങ്ങളോട് ചിലപ്പോൾ തുറന്നു പറഞ്ഞു എന്നിരിക്കാം. അതുവഴി നമുക്കൊരു ജീവനായിരിക്കും രക്ഷിക്കാൻ പറ്റുന്നത്. നമുക്ക് ഇന്നത്തെ എത്രയോ കുട്ടികളാണ് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ അച്ഛൻ ഇറക്കി വിട്ടു, അമ്മ വഴക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തു. ഒരു പക്ഷേ ഇതിനെല്ലാം പുറകിൽ അവന് തുറന്നു പറയാൻ വയ്യാത്ത ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണാം. അപ്പൊ ഒരു ജീവൻ എന്ന് പറയുന്നത് വളരെ വിലപിടിപ്പുള്ളതാണ്. മരിക്കാൻ നമുക്ക് എളുപ്പം സാധിക്കും, ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ജീവിക്കണം അന്തസ്സോടെ, അഭിമാനത്തോടെ, തല ഉയർത്തിപ്പിടിച്ച് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ശുദ്ധമാക്കി നമുക്ക് ജീവിക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നല്ല വിദ്യാർത്ഥികളായിട്ട്, നല്ല പൗരന്മാരായിട്ട് വളർന്നു വരണമെങ്കിൽ നിങ്ങളിൽ ഉണ്ടാകേണ്ടത് തീർച്ചയായിട്ടും നിരീക്ഷണ ബോധവും പ്രതികരണ ശേഷിയും. നല്ല കുട്ടികളായിട്ട് ഇന്നത്തെ നല്ല തലമുറയിൽ ഇന്ന് ഏത് യുഗമാണ്? IT ടെക്നോളജിയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ IT യുഗമാണ്.
അപ്പൊ നമ്മൾ ശാസ്ത്രത്തിന്റെ പുറകെ അമിതമായി പോകാതിരിക്കുക. ശാസ്ത്രം നേട്ടവുമാണ് കോട്ടവുമാണ്. അപ്പൊ നമുക്ക് ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് അധികമായ അമൃതവിഷം നിങ്ങൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം സെക്യൂർ ആക്കാൻ, നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കാനായിട്ട് നല്ല കുട്ടികളായിട്ട് പ്രതികരിച്ച് ഈ ലൈംഗിക ചൂഷണത്തെ നമുക്ക് 90% നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. വിധി എന്ന് കരുതി നമ്മൾ അതിന്റെ പുറകെ പോകാതിരിക്കും. എന്ത് സംഭവിച്ചാലും അത് എന്റെ വിധിയാ അല്ലെങ്കിൽ അത് അവരുടെ വിധിയാ, ദാറ്റ് ഈസ് നോട്ട് ഫെയർ. നമ്മുടെ വിധി അല്ലത്. വിധിയെ നമ്മൾ ചേർത്ത് നിന്ന് തോൽപ്പിക്കുക. ടീച്ചർ പറയുന്നത് പ്രതികരണ ശേഷിയുള്ള നല്ല തലയുയർത്തിപ്പിടിച്ച് ആത്മാഭിമാനമുള്ള ഒരു തലമുറയായി മക്കൾ വളർന്നു വരും. ഇനിയും നമുക്ക് വീണ്ടും കാണാം. നന്ദി.